അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോണത് നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയാണ്. അപ്പോൾ ഗൈസ്, നമുക്കൊരു ചെറിയൊരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ വേറെ അങ്ങോട്ടുമല്ല, നമ്മുടെ ഈ ബീച്ച് വരെ നമുക്കൊന്ന് പോയേക്കാം. ഏതാണ്ട് ഒരു പിള്ളേരെ എങ്ങാണ്ടാണ്, പിള്ളേർ സെറ്റിനെ കൊണ്ടുപോവുക, വിടുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് അതുകൊണ്ട് പെട്ടെന്നല്ലായിരിക്കും, പറയാൻ പാടില്ല എവിടെ നിന്ന് കയറുന്നത്. വിളിച്ച് പറയാമെന്നും കണ്ടപ്പോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്ഥലം ഇട്ടിട്ടുണ്ടായിരുന്നു, നമുക്കപ്പോൾ ഒന്ന് പോയത്. പിന്നെ ഇത് നമ്മുടെ ദാവൂദായിരുന്നു, ആദ്യത്തെ ദാവൂദ്. പിന്നെ അതൊന്ന് ദാവൂദ് മാറ്റിയതാണ് നമ്മളപ്പോൾ. നമ്മുടെ വണ്ടി പേര് ഈ ബീച്ച് വരെയാണ്. വലിയ പിള്ളേരെ കൊണ്ടായിരുന്നു സ്റ്റാർട്ട് അതിരാവിലെ ഉണ്ടോ നമ്മൾ രാവിലെ പോയിട്ടൊരു സൗണ്ടായിട്ട് എൻ്റെ അനിയനുണ്ട്. ഇവിടെ ഒരു ഇതുണ്ട്, ടൂറിസ്റ്റ് ബസ്സാണ്, നമുക്കിവിടെ നിർത്തിയിട്ടേ പറ്റൂ. അയ്യോ, വണ്ടി ഒന്ന് ചെറുതായിട്ട് ഇടിച്ചിട്ടായിരിക്കും, അതൊന്നും ശരിയാക്കാണ്ട് പെട്ടെന്ന് തന്നെ ട്രിപ്പ് ആയതുകൊണ്ട് ഞാൻ അയ്യോ ഇങ്ങോട്ടാണോ കഴിയില്ലോ. ഇല്ലാണ്ട് ഒരു സ്കൂളൊന്നും ഉണ്ടാകും നമുക്ക്. അയ്യോ, കറക്കി എടുത്തോണ്ട് നെഞ്ചത്തോടെ എടുത്തോണ്ട് പോവാ നമ്മൾ. ഒരു പെട്ടെന്ന് കയറ്റിയൊക്കെ എല്ലാവരും അതെല്ലാവരും കയറിയിട്ടുണ്ട്. പെട്ടെന്ന് പോയേക്കാം. നമ്മൾ ബീച്ചിലോട്ടാണ്. ഇപ്പോൾ പാട്ടൊന്നും ഇടണ്ട, ഏതാണ്ട് സ്റ്റഡി ടൂറും കണ്ടു പോലെയാണ്. തിരിച്ചു വരുമ്പോൾ നമുക്ക് പാട്ടൊക്കെ ഇട്ട് സെറ്റാക്കാം, അത് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അതെ നമ്മൾ വണ്ടി എടുത്തു. വണ്ടി അപ്പോൾ നമ്മുടെ വണ്ടി ചെറുതായിട്ട് അവിടെ ചെന്നിട്ട് മാറ്റാനുള്ളതാണ് ഇതൊക്കെ, അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് കാണുവാണെങ്കിൽ അവിടെ നിന്ന് നിർത്തിയിട്ടൊന്ന് ശരിയാക്കണ്ട. വീണ്ടും ഇടിച്ചു. എൻ്റെ പെട്രോൾ അടിക്കണം, നമുക്ക് പെട്രോൾ അടിക്കണം. കുറച്ച് കഴിഞ്ഞപ്പോൾ സെറ്റാക്കാം. അപ്പോൾ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മൾ വണ്ടി ഒന്ന് നമ്മൾ കണ്ട ഒരു സ്ഥലത്ത് നമ്മൾ കയറ്റം ലോക്കലായിരുന്നു. ഇവരെയൊക്കെ ഫുഡ് കഴിക്കാൻ വിട്ടു വന്നപ്പോൾ ആ സമയത്ത് നമ്മൾ പെട്ടെന്ന് കയറി ഒന്ന് ശരിയാക്കി. സൂര്യമൊക്കെ ഉദിച്ചിട്ടുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു 8:30 ആയിരുന്നു. നമ്മൾ വാച്ചൊന്നും എടുത്തിട്ടില്ല, പെട്ടെന്ന് ഒന്ന് ട്രിപ്പ് വേണ്ടി പെട്ടെന്ന് എടുക്കുന്നു. കഴുകിയും കൂടി ഇല്ല. ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അവിടെ കയറ്റിയപ്പോൾ ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് ബോഡി വന്നൊന്ന് കഴുകിയിട്ട് ഒന്ന് പുറത്തൊന്ന് ജസ്റ്റ് ഒന്ന് ആക്കിയിട്ട് ചെയ്ത് വെള്ളം ഒന്ന് വെതറിച്ചു വിട്ടു. അത്രേ ഉള്ളൂ. കുറച്ച് വെള്ളമൊക്കെയാണ് ഇതാണ് പ്രശ്നം. ആൾക്കാരിങ്ങനെ ഉണ്ടാവും. നമുക്കൊന്നുകൊണ്ട് നേരെ അല്ല നേരെ ഇന്നോക്കാരൻ ഉണ്ടല്ലോ. അപ്പോൾ നമുക്കും പോവാം. പിന്നെ അങ്ങോട്ട് കുഴപ്പമില്ല. ഓക്കെ,
അപ്പോൾ ദേ നമ്മൾ പോയിക്കൊണ്ടിരിക്കണത് ഇങ്ങോട്ടൊരു വളവല്ലേ. നമുക്കിവിടെ വളക്കുമ്പോൾ സൈഡിലോട്ട് വളയ്ക്കണം. വേണ്ട കേട്ടോ, കുഴപ്പമില്ല, പോലീസൊന്നും പിടിയില്ല. ഈ KSRTC-കാരുടെ ഒക്കെ ഒരു ഭാഗ്യമുണ്ട് കേട്ടോ. എന്ത് വെട്ടിച്ചാലും പ്രശ്നമില്ല, സിമ്പിളായിട്ട് നടക്കാൻ പറ്റും. ഒരു ദിവസം KSRTC നമുക്കിവിടെ ഒരു പമ്പുണ്ട്. നോക്കി പമ്പിൽ കയറ്റി പെട്രോൾ അടിക്കണം. പെട്രോൾ തീരെ കുറവാണ്, ഒന്ന് അടിച്ചേക്കാം. ഓക്കെ നമുക്കൊരു 20 ഒരു 49 മതി. 49 ലിറ്റർ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വലിയ ഫുൾ ടാങ്ക് അടിച്ചാലും അത്രയും ഇതില്ല, ആവശ്യമില്ല വണ്ടിക്ക്. ഒന്നാമത് ഈ വണ്ടീനകത്ത് കുറച്ച് ഇരിപ്പുണ്ട് പെട്രോള്. പിന്നെ അതിൻ്റെ കൂടെ കൊണ്ട് ഇപ്പം തന്നെ 100 100ഒക്കെ മതി നമുക്ക് പോയിട്ട് വരാൻ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. പിന്നെ നമ്മുടെ ജയ്ഗുരുവിൻ്റെയും ഇതിൻ്റെയും കളർ മാറ്റിയായിരുന്നു കേട്ടോ. ഇതിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെ ജയ്ഗുരു എടുക്കാത്തതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ആ വണ്ടിക്ക് നമുക്ക് ഇതുപോലെ ഇങ്ങനെ കണ്ടോ, അതിന് മനുഷ്യ ഈ കരിമ്പടം പോലത്തെ കണ്ടോ, ഈ ഫെദർ മേളിലത്തെ കുറേ അതുപോലെയൊക്കെ ഒന്ന് സെറ്റാക്കണം. അപ്പോൾ അതുപോലെ ആക്കാനായിട്ട് വണ്ടി കയറ്റിയേക്കും കേട്ടോ. ഇപ്പം നമ്മൾ എത്താറായി ഏകദേശം. എന്താവോ നമുക്ക് ലൈറ്റൊക്കെ ഇട്ടേക്കാം. അന്നേരം എത്തിയില്ലേ. അയ്യോ, എവിടെ ലൈറ്റ് ഇട്ടിട്ടില്ല ഒന്നും പറയണ്ട. ഓക്കെ, എത്താറായോ? എനിക്കറിയാൻ പാടില്ല. ഇങ്ങോട്ടം കണ്ട അതെത്തിട്ടോ. ഓക്കെ, നമുക്ക് എത്തിയിട്ടുണ്ടോ ഏകദേശം. ഓക്കെ, പോട്ടെ. മഴയുള്ള 10:30 ആയിട്ടോ. നമ്മളിപ്പോൾ ഓക്കെ നമ്മുടെ ബീച്ചിലെത്തിയിട്ടുണ്ട്. ഒരു നല്ലൊരു റെസ്റ്റോറൻറ്റിൽ കൊണ്ടുവിടാൻ കേട്ടോ. ഉച്ചയാവാറായിട്ടുണ്ട്. നമുക്കിപ്പോൾ അവരൊന്ന് നല്ലൊരു റെസ്റ്റോറൻറ്റിൽ കൊണ്ടുവിടണം. അത് കഴിഞ്ഞിട്ട് അവരെന്താണെന്ന് വെച്ചാൽ കഴിച്ചിട്ട് അവർ പോകും. നമുക്കിറങ്ങാം. അപ്പോൾ നമ്മൾ ഈ ഹോട്ടലിലാട്ടോ, അവർ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഈ റെസ്റ്റോറൻറ്റിലാണ് അവരെ ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നത്. അപ്പോഴേക്ക് നന്നായിട്ട് വൃത്തിക്ക് ഇടാം. കയറിയിട്ടില്ല. നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലിടാൻ പറ്റില്ല കേട്ടോ. ഫ്രണ്ടിലിട്ടാൽ ഒരു പണിയില്ല. പിന്നെ ഈ സാധനം ഒതുക്കിയിരിക്കും. പോട്ടെ. അപ്പോൾ നമ്മളെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അവർ പോയി ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ അവരൊക്കെ ഫുഡൊക്കെ കഴിച്ച് വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ അതേ വണ്ടി കയറിയിട്ട് അവരെ നമുക്ക് ബീച്ചിൽ കൊണ്ട് ഇറക്കി വിടാം. അപ്പോൾ നമ്മളിവിടെ കയറ്റി അങ്ങ് അവരെ ഇറങ്ങോ സ്ഥലമെത്തി. അപ്പോൾ അവരെല്ലാം ഫുഡ് കഴിച്ചിട്ട് പഠിക്കാൻ കുറേ ബ്ലോഗറൊക്കെ ഉണ്ടിട്ട് എൻ്റെ അകത്ത്. അപ്പോൾ ശരി, അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്കൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.